ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു തുടങ്ങുക, പവർ പ്ലേ ഓവറുകളിൽ മാക്സിമം റൺ സ്കോർ ബോർഡിൽ എത്തിക്കുക. വർത്തമാന ക്രിക്കറ്റിൽ ഓപ്പണർമാർക്ക് ഈ റോൾ മാത്രമേയുള്ളൂ. കുറച്ചു കാലമായി ടീം ഇന്ത്യയും കോച്ച് ഗൗതം ഗംഭീറും വിജയകരമായി നടപ്പാക്കിയ സ്ട്രാറ്റജിയാണിത്. മോഡേൺ ഡേ ക്രിക്കറ്റിൽ ഓപ്പണർമാരുടെ റോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഈ ചോദ്യത്തിന് അടുത്തിടെ സമാപിച്ച T20 ലോകകപ്പിനേക്കാൾ മികച്ചൊരു ഉദാഹരണമുണ്ടാകില്ല. വിശ്വമേളയ്ക്ക് ശേഷം IPL രാവുകൾക്ക് അരങ്ങുണരുമ്പോൾ ഓരോ ടീമുകളുടെയും ഓപ്പണിംഗ് സഖ്യത്തിൽ ആരെല്ലാമുണ്ട്, ആരാണ് സ്ട്രോങ് പരിശോധിക്കാം. വിരാട് കോഹ്ലി ഫിൽ സോൾട്ട് കോംബോ. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയ സീസണിൽ അതേ ഓപ്പണിംഗ് സഖ്യത്തെ തന്നെയാകും ഇത്തവണയും കളത്തിലിറക്കുക. കഴിഞ്ഞ IPL എഡിഷനിൽ ആദ്യാവസാനം സ്ഥിരതയോടെ ബാറ്റ് വീശിയ ഇന്ത്യൻ ഇംഗ്ലീഷ് കോംബോ 174 സ്ട്രൈക്ക് റേറ്റിൽ 565 റൺസാണ് സ്കോർ ബോർഡിൽ ചേർത്തത്. പവർ പ്ലേ ഓവറുകളിലെ ഇരുവരുടെയും ഫിയർലെസ് ബാറ്റിംഗ് RCB വിജയങ്ങളിലും നിർണായക പങ്കുവഹിക്കുന്നതായിരുന്നു. നിലവിൽ ഇന്ത്യക്കായി ഏകദിനം മാത്രം കളിക്കുന്ന കോഹ്ലിക്ക് അധികം മത്സരങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നമൊന്നും കാണാനില്ല. അവസാനം കളിച്ച ഏകദിനത്തിൽ ന്യൂസിലൻഡിനെതിരെ സെഞ്ചുറി നേടിയ കിങ് കോഹ്ലി ആഭ്യന്തര ക്രിക്കറ്റിലും വരവറിയിച്ചിരുന്നു. എന്നാൽ ഫിൽ സോൾട്ടിൻ്റെ ഫോം ചാമ്പ്യൻ ടീമിനെ ആശങ്കപ്പെടുത്തുന്നതാണ്. അടുത്തിടെ സമാപിച്ച T20 ലോകകപ്പിൽ 8 ഇന്നിംഗ്സുകളിൽ നിന്നായി 130 റൺസ് മാത്രമാണ് നേടാനായത്. ഇന്ത്യക്കെതിരായ നിർണായക സെമിഫൈനലിലടക്കം സോൾട്ട് നിരാശപ്പെടുത്തിയിരുന്നു. എന്നാൽ IPL ഇംഗ്ലീഷ് താരം ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് RCB ആരാധകരുടെ വിശ്വാസം. നിലവിൽ മറ്റൊരു ഓപ്ഷൻ ചിന്തിക്കാൻ വയ്യ. ഓപ്പണിംഗ് താരങ്ങളുടെ മെല്ലെപ്പോക്കിൻ്റെ പേരിൽ പോയ തവണ ഏറ്റവും കൂടുതൽ ട്രോളിന് വിധേയമാക്കപ്പെട്ട ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. സീസണിലെ ആദ്യ മത്സരങ്ങളിൽ രജിൻ രവീന്ദ്ര, രാഹുൽ ത്രിപാഠി സഖ്യത്തെയാണ് ഫ്രാഞ്ചൈസി വിന്യസിച്ചത്. മുംബൈ ഇന്ത്യൻസിനെതിരായ ആദ്യ മാച്ചിൽ വിജയത്തോടെ തുടങ്ങാനായെങ്കിലും പിന്നീട് CSKക്ക് കൈ പൊള്ളുന്നതാണ് കണ്ടത്. ഇതിലെ പ്രധാന ഘടകമായത് പവർ പ്ലേയിലെ മോശം പെർഫോമൻസ് ആയിരുന്നു. ത്രിപാഠിയെ മറ്റ് രജിൻ രവീന്ദ്രക്കൊപ്പം ഡെവൺ കോവയെ കൊണ്ടുവന്നുള്ള പരീക്ഷണവും ക്ലിക്കായില്ല. ഓപ്പണിംഗിൽ വമ്പനടികൾ വരാതായതോടെ ഡോട്ട് ബോളിൻ്റെ പേരിൽ നിരന്തര ട്രോളുകൾക്കും ചെന്നൈ വിധേയമായി. മറ്റൊരു ഓപ്പണിംഗ് ഓപ്ഷനായ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് പരിക്കിനെ തുടർന്ന് പാതിവഴിയിൽ മടങ്ങിയതും ചെന്നൈക്ക് ഇരട്ട പ്രഹരമായി മാറി. ഒടുവിൽ സീസണിൻ്റെ അവസാനത്തിൽ യുവതാരങ്ങളായ ഷെയ്ഖ് റഷീദ്, ആയുഷ് മാത്ര എന്നീ അൺക്യാപ്ഡ് യുവതാരങ്ങൾക്കാണ് CSK അവസരം നൽകിയത്. അത് ഏതാണ്ട് ഫലിച്ചിരുന്നു. എന്നാൽ ഇത്തവണ മികച്ച ഓപ്പണിംഗ് സഖ്യത്തെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുൻ ചാമ്പ്യന്മാർ. ട്രേഡിലൂടെ ലേലത്തിന് മുമ്പായി എത്തിച്ച സഞ്ജു സാംസണിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. T20 ലോകകപ്പിൽ കത്തിപ്പടർന്ന മലയാളി താരം ഇതേ പെർഫോമൻസ് IPL ആവർത്തിച്ചാൽ CSKക്ക് കാര്യങ്ങൾ എളുപ്പമാകും. സഞ്ജുവിനൊപ്പം ആയുഷ് മാത്രയാകും ഓപ്പണിംഗിലെത്തുക. പോയ സീസൺ അവസാനം ടീമിന് ലഭിച്ച വെളിച്ചമായിരുന്നു ആയുഷ് മാത്ര എന്ന മുംബൈക്കാരൻ. 7 മത്സരങ്ങളിൽ ചെന്നൈ ജേഴ്സി അണിഞ്ഞ താരം ഒരു അർദ്ധ സെഞ്ചുറി അടക്കം 240 റൺസാണ് അക്കൗണ്ടിൽ ചേർത്തത്. പവർ പ്ലേയിൽ കൗമാരക്കാരൻ പുറത്തെടുത്ത ഫിയർലെസ് ബാറ്റിംഗ് അവസാന ലാപ്പിൽ ചെന്നൈയുടെ നിരാശ മാറ്റുന്നതായിരുന്നു. കഴിഞ്ഞ നവംബറിൽ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ 53 പന്തിൽ 110 റൺസുമായി ഇമ്പാക്റ്റ് ഇന്നിംഗ്സ് പുറത്തെടുത്ത ആയുഷ് മാത്രേ മികച്ച ഫോമിലാണ്. ഓപ്പണിംഗിലെ മറ്റൊരു ഓപ്ഷൻ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാണ്. മുൻ സീസണുകളിൽ CSKക്കായി ഇന്നിംഗ്സ് ആരംഭിച്ച ഗെയ്ക്വാദ് പോയ സീസണിൽ 5 മത്സരങ്ങളിൽ മാത്രമാണ് കളത്തിലിറങ്ങിയത്. സഞ്ജുവിനൊപ്പം ആയുഷ് മാത്രേ ഓപ്പണിംഗിൽ സ്ഥലമുറപ്പിച്ചാൽ വൺ ഡൗൺ ആയാകും ഗെയ്ക്വാദ് എത്തുക. ചെന്നൈ അഗ്രസീവ് ശൈലിയാണ് നോക്കുന്നത് എന്ന് ഉറപ്പാണ്. മിനി ലേലത്തിൽ 13 താരങ്ങളെ എത്തിച്ച് 2 കൽപ്പിച്ചാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ വരവ്. പോയ സീസണിൽ ഓപ്പണിംഗിലടക്കം പാളിയ KKR ഇത്തവണ ടീം ഒന്നാകെ പൊളിച്ചു പണിതിട്ടുണ്ട്. ന്യൂസിലാൻഡ് താരങ്ങളായ ടിം സെഫർഡ്, ഫിൻ അലൻ, വിൻഡീസ് വെറ്ററൻ താരം സുനിൽ നരൻ എന്നിവരെല്ലാം ഓപ്പണിംഗിന് യോജിച്ചവരാണ്. പോയ T20 ലോകകപ്പ് സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തകർത്തടിച്ച ഫിൻ അലൻ ഇത്തവണ KKR ജേഴ്സിയിലെ പ്രധാനിയാകുമെന്ന കാര്യമുറപ്പാണ്. മിനി ലേലത്തിൽ 2 കോടിക്കാണ് മുൻ ചാമ്പ്യന്മാർ കിവി താരത്തെ കൂടാരത്തിലെത്തിച്ചത്. ബിഗ് ബാഷ് ലീഗിലടക്കം തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത സീഫേട്ടിൻ്റെ T20 എക്സ്പീരിയൻസും കൊൽക്കത്തയ്ക്ക് പോസിറ്റീവാണ്. വീണ്ടും കിൻഡൻ ഡി കോക്ക്, രോഹിത് ശർമ്മ കൂട്ടുകെട്ട്. മുംബൈ ഇന്ത്യൻസ് ആരാധകർ പ്രതീക്ഷയോടെയാണ് ഈ ഒരു ഓപ്പണിംഗ് സഖ്യത്തെ കാണുന്നത്. മിനി ലേലത്തിൽ അപ്രതീക്ഷിത നീക്കമായാണ് മുംബൈ ദക്ഷിണാഫ്രിക്കൻ താരത്തെ ഒപ്പം എത്തിച്ചത്. പോയ സീസണിൽ രോഹിത് ശർമ്മ, റയാൻ റിക്കൽട്ടൺ ഓപ്പണിംഗ് സഖ്യമാണ് മുംബൈക്കായി കളത്തിലിറങ്ങിയത്. എന്നാൽ റിക്കൽട്ടൻ്റെ മോശം ഫോമിനെ തുടർന്ന് ജോണി ബെയർസ്റ്റോയും മുംബൈ ഇടക്കാലത്ത് പരീക്ഷിച്ചിരുന്നു. എന്നാൽ ലേലത്തിന് മുമ്പായി റിക്കൽട്ടന് പകരക്കാരനായാണ് ഇപ്പോൾ ഡീകോക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ T20 ലോകകപ്പിൽ റിക്കൽട്ടൺ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തപ്പോൾ ഡീകോക്ക് നിറം പൊങ്ങുന്നതും കണ്ടു. ഇതോടെ ഓപ്പണിംഗിൽ ഡീകോക്കിനൊപ്പം ടീം പരിഗണിക്കുന്ന പ്രധാന താരമായിരിക്കുകയാണ് റിക്കൽട്ടണും. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഓപ്പണിംഗിൽ പുതിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇത്തവണയും ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ടിലാണ് ഫ്രാഞ്ചൈസി വിശ്വാസമർപ്പിക്കുന്നത്. എന്നാൽ വലിയ ഹൈപ്പിലെത്തിയെങ്കിലും ഈ ഓപ്പണിംഗ് ജോഡി നനഞ്ഞ പടക്കമാകുന്നതാണ് പോയ സീസണിൽ ഉടനീളം കണ്ടത്. എന്നാൽ IPL ഇരുവരും 2024 അതേ ബീസ്റ്റ് മോഡിലേക്ക് വരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അപ്പോഴും അഭിഷേക് ശർമ്മയുടെ നിലവിലെ ഫോം ആശങ്കയായി തുടരുന്നു.
8 ഇന്നിംഗ്സുകളിൽ നിന്നായി 17.63 ശരാശരിയിൽ 141 റൺസ് മാത്രമാണ് അഭിഷേകിന് നേടാനായിരുന്നത്. എന്നാൽ ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ താരത്തിന് ഇതേ പ്രകടനം IPLലും തുടരാനാകുമെന്നാണ് ഫ്രാഞ്ചൈസിയുടെ പ്രതീക്ഷ. സഞ്ജു ചെന്നൈയിലേക്ക് പറഞ്ഞതോടെ രാജസ്ഥാൻ റോയൽസിൽ യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി സഖ്യമാകും ഓപ്പണിംഗിൽ ഉണ്ടാകുക. വേണമെങ്കിൽ ഇന്ത്യൻ ടീം ഓപ്പണിംഗിലേക്ക് പരിഗണിക്കാൻ ക്വാളിറ്റിയുള്ള കോംബോയാണിത്. കഴിഞ്ഞ സീസണിൽ മലയാളി താരം പരിക്കേറ്റ് പുറത്തായപ്പോൾ 14-കാരൻ വൈഭവായിരുന്നു ആ ദൗത്യം ഏറ്റെടുത്തത്. തുടർന്ന് ഫിയർലെസ് ബാറ്റിങ്ങിലൂടെ ടീനേജർ IPL ചരിത്രത്തിലേക്ക് നടന്നു കയറുന്ന ചിത്രത്തിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. നിലവിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർ സെഞ്ചുറിയുമായി തകർത്ത് കളിക്കുന്ന വൈഭവിന്റെ സാന്നിധ്യം സഞ്ജുവിന്റെ അഭാവത്തിലും രാജസ്ഥാന് പ്രതീക്ഷ നൽകുന്നു. പഞ്ചാബ് കിങ്സിൽ പ്രിയാൻഷ് ആര്യ, പ്രഭ് സിമ്രാൻ സിംഗ് സഖ്യവും ഗുജറാത്ത് ടൈറ്റൻസിൽ ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ സഖ്യവും തുടരും. മിച്ചൽ മാർഷ്, ഏഡൻ മാർക്കം കൂട്ടുകെട്ട് മാറിയൊരു പരീക്ഷണത്തിന് ലഖ്നൗ സൂപ്പർ ജയൻസും തയ്യാറായേക്കില്ല. T20 ലോകകപ്പിലെ മാക്രത്തിന്റെ മിന്നും ഫോം കന്നി കിരീടം ലക്ഷ്യമിടുന്ന LSGക്ക് കോൺഫിഡൻസ് നൽകുന്നതാണ്. ഓപ്പണിംഗിൽ മാറ്റം പ്രതീക്ഷിക്കുന്ന മറ്റൊരു ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ്. പോയ സീസണിൽ പ്രതീക്ഷയോടെ എത്തിച്ച ഓസീസ് ബിഗ് ഹിറ്റർ ഫേസർ മക്കർക്ക് നനഞ്ഞ പടക്കമായി മാറിയിരുന്നു. ഇതോടെ KL രാഹുലിനൊപ്പം ഇംഗ്ലീഷ് താരം ബെൻ ഡക്കറ്റോ, ശ്രീലങ്കൻ താരം പത്തുൻ നിസാങ്കോ ആയിരിക്കും ഇന്നിംഗ്സ് തുടങ്ങുക. കരുൺ നായർ, അഭിഷേക് പൊറേൽ, പൃഥ്വി ഷാ എന്നീ ഓപ്ഷനുകളും ഡൽഹിക്കുണ്ട്. രാഹുലിനെ വൺഡൗണായി ഇറക്കിയുള്ള പരീക്ഷണത്തിലുള്ള സാധ്യതയും ഡൽഹിയിൽ ശക്തമായി നിലനിൽക്കുന്നു. ഫിയർലെസ് ബാറ്റിങ്ങിനൊപ്പം സ്ഥിരതയും ഓപ്പണിംഗിൽ പ്രധാനമാണ്. നിലവിൽ IPL സ്ക്വാഡിൽ ഏറ്റവും ഫിയർലെസ് ഓപ്പണിംഗ് ജോഡി ഏതാണ്? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ.